ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് SCRT ചാപ്റ്റർ ആണ്. ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്നിരുന്നു. അതിൻ്റെ അകത്ത് ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. കഴിഞ്ഞ LDC സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെയുള്ള ചോദ്യപേപ്പറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുമാണ് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്. ഇനി തുടർന്നുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും സെക്രട്ടേറിയറ്റ് OA LGS തുടങ്ങിയ എല്ലാ എക്സാമുകളിലും ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഇതിൻ്റെ അകത്ത് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിത് മൊത്തമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതേപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെ ഒരു ചിത്രവും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും ഒരു ഫലകവും ഒക്കെയാണ് കാണുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് രേഖപ്പെടുത്തിയത് ഈ ഫലകത്തിൽ. നോക്കിയേ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇതാണ് ഈ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക്കരയിലാണ്, കുമാരനാശാൻ സ്മാരകത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫലകവും അതേപോലെ തന്നെ ഈ ഒരു ചിത്രവും കാണുന്നത്. ഓക്കെ, നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ? പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിന്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് നവോത്ഥാനമാണ്. നമുക്കറിയാം, നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവയായിരുന്നു മാനവികത, ശാസ്ത്രബോധം, ജ്ഞാനോദയം എന്നിവയൊക്കെ. നമുക്കറിയാം, യുക്തരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന്, അതായത് എൻലൈറ്റ്മെന്റിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, അതേപോലെ ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാട്ടിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് മക്കളെ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഓക്കെ, അപ്പോൾ എന്താണ് യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് 18ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും അതേപോലെ തന്നെ സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു പരിവർത്തനമാണ് എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങളായിരുന്നു ഈ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ജ്ഞാനോദയ വക്താക്കൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ അവരെന്താ പ്രചരിപ്പിച്ചത്? സ്വാതന്ത്ര്യം, അതേപോലെ ജനാധിപത്യം, സമത്വം, ദേശീയത, ഇവയായിരുന്നു ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചിരുന്നത്. അതായത് മറ്റൊരു വഴിത്തിരിവാണ് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്നത്
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇത് ആരാണ് ഈ മുദ്രാവാക്യത്തിന്റെ വക്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? ജെയിംസ് ഓട്ടിസ്. ഓക്കെ, അപ്പോ 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഇതാണ്. എന്തെന്ന് പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓക്കെ, ഈ മുദ്രാവാക്യത്തിന് ആരാണ് രൂപം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജെയിംസ് ഓട്ടിസ് ആണ്. ഉറപ്പായിട്ടും ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഈ കുടിയേറ്റക്കാരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതായത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 13 ഇംഗ്ലീഷ് കോളനികളാണ് ഈ പറയുന്നത്. അത് എന്താണ്? 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അപ്പോൾ എവിടെ നിന്നാ? നിലവില് യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കാണ് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങിയത്. അവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ എന്താ? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ്? ഈ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എന്താണ്? 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. അമേരിക്കയിലെ 13 കോളനികൾ നോക്കിയേ, ഏതൊക്കെയാണ്? ന്യൂ ഹാംഷെയർ, അടുത്തത് മസാച്യുസെറ്റ്സ് ആണ് രണ്ടാമത്തെ, മൂന്നാമത്തെ റോഡ് ഐലൻഡ്, നാലാമത്തെ കണക്റ്റിക്കട്ട്, അഞ്ചാമത്തെ ന്യൂയോർക്ക്, ആറാമത്തെ പെനിൽസിൽവാനിയ, ഏഴാമത്തെ ന്യൂജേഴ്സി, എട്ടാമത്തെ ഡെലാവെയർ, ഒമ്പതാമത്തെയാണ് വെർജീനിയ, 10 മേരിലാൻഡ്, 11 നോർത്ത് കരോലിന, 12 സൗത്ത് കരോലിന, 13-ാമത്തെയാണ് ജോർജിയ. അങ്ങനെ 13 അമേരിക്കയിലെ കോളനികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ 13 കോളനികളാണ് എന്തെന്ന് പറയുന്നത്? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചത്. ഓക്കെ, എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാ? 18-ാം നൂറ്റാണ്ടോടെയാണ് ഇംഗ്ലണ്ട് എന്ത് ചെയ്തത്? ഈ 13 കോളനികൾ ഇവിടെ അമേരിക്കയിൽ സ്ഥാപിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അമേരിക്കയിലെ കുടിയേറ്റം. 1492-ൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്നു കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യത്തിൽ നേരത്തെ വന്നൊരു ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ എന്ത് ചെയ്തു? അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഓർത്തു വച്ചോ, ആരാണ് പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത്? 17-ാം നൂറ്റാണ്ടില് മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ എന്നാണ്? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനി സ്ഥാപിച്ചത്. ഈ പറയുന്ന കോളനി സ്ഥാപിച്ച ഇംഗ്ലീഷുകാരാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കർ മക്കളെ, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, പിൽഗ്രിം ഫാദേഴ്സ്. എന്താണ് ഒന്നുകൂടി പറയാം. എന്തായിരുന്നു? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് തീർത്ഥാടക പിതാക്കർ. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ അമേരിക്കയിലെ കുടിയേറ്റം, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ആരാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്?
1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെയാണ് എന്തെന്ന് വിളിച്ചത്? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ഈ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ എന്ത് ചെയ്തത്? അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്താണ് ഇവര് ഏത് പേരിൽ അറിയപ്പെട്ടത്? റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പിൽഗ്രിം ഫാദേഴ്സ് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടു. മെർക്കന്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷ് കോളനികൾ നടപ്പിലാക്കി. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഈ മെർക്കന്റലിസ്റ്റ് നയം എന്ന് പറയുന്നത്? എന്താ ചോദിച്ചാൽ എന്താ? അതായത് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം. ഓക്കെ, അപ്പോൾ ആരാണ് നടപ്പിലാക്കിയത്? ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമായിരുന്നു എന്തെന്ന് പറയുന്നത്? മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ താഴെ പറയുന്നവയിൽ മെർക്കന്റലിസം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്താണത്? വാണിജ്യ നയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ എന്താണ്? വാണിജ്യ നയമാണ് മെർക്കന്റലിസ്റ്റ് നയം. ഓക്കെ, എന്താണ് ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചിട്ട് താഴെ പറയുന്നവയിൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ബന്ധമുള്ളത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്നതാണ് ആദ്യത്തെ ഈ വാണിജ്യ നയത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോളനിയിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എപ്പോഴും ഏത് കപ്പലിലായിരിക്കും? ഇംഗ്ലീഷ് കപ്പലുകളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അടുത്തത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. അപ്പോൾ എന്താണ്? അവിടെ നടക്കുന്ന എല്ലാവിധ, അതായത് ലൈസൻസുകളായിക്കോട്ടെ, ലഘുലേഖകളായിക്കോട്ടെ, വർത്തമാന പത്രങ്ങളായിക്കോട്ടെ, എല്ലാം ഇംഗ്ലണ്ടിന്റെ കീഴിലായിരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇംഗ്ലണ്ടിന്റെ ആണ് ഇതെല്ലാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണമെന്ന് പറഞ്ഞത്. അടുത്തത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങളെല്ലാം എന്താണ്? ഈ പഞ്ചസാരയുണ്ട്, കമ്പിളിയുണ്ട്, പരുത്തി, പുകയില, ഇതൊക്കെ ഉണ്ട്. ഇത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമാണ് കയറ്റി അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത് കോളനിയിൽ നിലനിന്നിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അപ്പോൾ കോളനിക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇംഗ്ലീഷുകാരുടെ സൈന്യത്തെ തീറ്റിപ്പോറ്റേണ്ടത്. അടുത്തത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, അതേപോലെ കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനൊക്കെ എന്ത് ചെയ്യണം? ഇറക്കുമതി ചുങ്കം, ടാക്സ് കൊടുക്കുകയും വേണം. അങ്ങോട്ടേക്കെല്ലാം എന്താണ്? നൈസായിട്ട് അങ്ങോട്ട് കയറ്റി വിടുകയും വേണം. അപ്പോൾ ഇവിടെയുള്ള മുതലൊക്കെ എന്ത് ചെയ്യുക? ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുക. എന്താണ്? പാവപ്പെട്ട ഈ എന്താണ് നമ്മളെ കൊള്ളയടിക്കുക എന്നത് മാത്രമായിരുന്നു ഈ നയം കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. PSC ചോദിച്ചെങ്ങനെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ പറയുന്നവയിൽ നോക്കാം. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർത്തിയ നികുതി ചുമത്തുന്നതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി. അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ
ഉയർന്ന നികുതി ചുമത്തിയിരുന്നതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത്, മർക്കന്റലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്ത് വന്നിട്ടുണ്ട്? ചിന്തകരും അവരുടെ ആശയങ്ങളും PSC ചോദിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജോൺ ലോക്കും അതേപോലെ തന്നെ തോമസ് പെയിൻ എന്ന് പറയുന്ന ചിന്തകരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ജോൺ ലോക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ലോക്കാണ് പറഞ്ഞത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അതേപോലെ തന്നെ തോമസ് പെയിൻ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആക്ച്വലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്ക കയ്യേറി കീഴടക്കി വയ്ക്കുന്നതിനെ കുറിച്ചാണ് തോമസ് പെയിൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതായത് ഏതെങ്കിലും വിദേശികൾക്ക്, അതായത് ഇംഗ്ലണ്ടിന് വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകര ദീർഘകാലം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒത്തിരി പ്രാവശ്യം PSC എക്സാമുകളിൽ ചോദിച്ചതാണ്, കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്നാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. ഇതാണ് ചിത്രം, കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള ഇംഗ്ലീഷുകാരെല്ലാവരും കൂടിയിട്ടാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ തന്നെ എന്തിനായിരുന്നു ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ്, എന്നാണ് നടന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. നമുക്കറിയാം, ഈ പറയുന്ന അമേരിക്കയുടെ കോളനിയായിട്ട് 13 കോളനികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ജോർജിയ എന്ന് പറയുന്ന കോളനി മാത്രം എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നില്ല. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ട് കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരാണ്? തോമസ് പെയിൻ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞു തോമസ് പെയിൻ്റെ ആശയം എന്താണെന്നുള്ളത്. കാരണം പുള്ളി എന്താണ് നിലവിൽ പറഞ്ഞത്, ഏതെങ്കിലും വിദേശികൾക്ക്, അതായത് ഇംഗ്ലണ്ടുകാർക്ക് എന്തില്ല, വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ലഘുലേഖയാണ് ഏതെന്ന് പറയുന്നത് കോമൺ സെൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. നോക്കിയേ, അതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇൻ കോൺഗ്രസ് ജൂലൈ 4 1776 എ ഡിക്ലറേഷൻ by the representative of the United States of America in the General Congress assembled. Okay, എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്.
ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതായിരുന്നു ഈ പറയുന്ന ഇൻ കോൺഗ്രസ് ജൂലൈ 4, 1776 എ ഡിക്ലറേഷൻ ബൈ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് USA. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്തു വെച്ചോ. അതാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കൂടിയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വതന്ത്ര പ്രഖ്യാപനം എന്ത് ചെയ്തത്? നൽകിയത്. ഓക്കെ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ എല്ലാം എന്തിലാണ്? അവയിൽ ഉൾപ്പെടുന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുകയാണ്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടനയുടെ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. അതേപോലെ തന്നെ പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ എന്താണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക്, വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി എന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായി മാറുകയാണ് അങ്ങനെ അമേരിക്കൻ ഭരണഘടന. ആരാണ് ഇത് എഴുതി തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് ആദ്യമായി തയ്യാറാക്കിയത്. 1789 ജൂലൈ 4. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഈ പറയുന്ന SCERT ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസത്തെ ക്ലാസ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. SCERT ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് SCERT ഫുൾ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസവും പഠിച്ച് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് SCERT ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് LGS എക്സാം, സെക്രട്ടേറിയറ്റ്, OA, അതേപോലെ ഡിഗ്രി ലെവൽ എക്സാംസ്, പ്രിലിംസ്, മെയിൻസ് എല്ലാത്തിനും നിങ്ങൾക്ക് എന്താണ്? ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.